ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ബിരിയാണിയാണ്. പർദ്ദ ബിരിയാണി എന്നാണ് ഇതിന് പറയാറ്. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ബിരിയാണിയാണിത്. സാധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ബിരിയാണിയേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റിനും നല്ല ഡിഫറൻസ് ഉണ്ട്. പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ സോൾട്ട്, 2 ടീസ്പൂൺ ഷുഗർ, ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മാവൊന്ന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ആ ചൂടുവെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി കുഴച്ചിട്ട് ഒരു ഡോ ആക്കിയിട്ട് എടുക്കണം. കൂടുതൽ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കരുത്. ഒരു തിക്കായിട്ടുള്ള മാവാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മുടെ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇത് ഞാനൊരു 5 സവാള നൈസാക്കി അരിഞ്ഞത് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ആ സെയിം ഓയിലിലേക്ക് തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു 1/2 കപ്പ് നല്ല പുളിയുള്ള തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളെടുക്കുമ്പോൾ പുളി ഇല്ലാത്തതാണെന്ന് വെച്ചാൽ 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ ജാതിക്ക പൊടി, 1/4 ടീസ്പൂൺ ഏലക്ക പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓനിയനിൽ നിന്ന് ഒരു 1/4 ഭാഗം ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് മല്ലിയില. നേരത്തെ നമ്മൾ ഒനിയൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലാണിത്. ഇതിന് ഒരു 1/2 കപ്പ് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു കിലോ ചിക്കൻ നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനിവിടെ 1 കിലോ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അത് നന്നായി വാഷ് ചെയ്തിട്ട് അതിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം.
ഞാൻ എരിവിന് വേണ്ടിയിട്ട് ഒരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കി അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ പച്ചമുളകാണ്, നല്ല എരിവുള്ള പച്ചമുളകാണ്. നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് നമ്മൾ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളെ ചിക്കനിൽ നിന്നൊക്കെ നല്ല വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്, നല്ല ഗ്രേവിയായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും ഞാനിവിടെ അരി വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ചെറിയ പീസ് പട്ട, 3 ഏലക്ക, 3 ഗ്രാമ്പൂ, കുറച്ച് കുരുമുളക്, 1 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ്, അതിൻ്റെ വെള്ളമൊക്കെ നന്നായി കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ റൈസ് ഒരു 80% കുക്കായിട്ടുണ്ട്. നമുക്കിത് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മാവൊന്ന് കുഴച്ചെടുക്കാം. ഈ മാവിനാണ് നമ്മൾ ഈ പർദ്ദ എന്ന് പറയുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ച് പൊടി ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ ദമ്മിടുന്നത് ആ പാത്രത്തിൻ്റെ സൈസിനനുസരിച്ച് നമ്മൾ നന്നായിട്ട് ഇത് പരത്തിയെടുക്കണം. ഞാനിവിടെ നന്നായി പരത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് ദമ്മിടാം. അതിനായിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണ് നമ്മൾ ദമ്മിടുന്നത് അതിൽ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കണം, കുറച്ച് എള്ളും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ആ മാവ് നന്നായിട്ട് അതിലേക്കൊന്ന് ഇറക്കി വെക്കണം. അതെല്ലാ സൈഡിലേക്കൊന്ന് എത്തുന്ന രീതിയിൽ ഇറക്കി വെക്കണം. എന്നിട്ട് അതിൻ്റെ അടിയിലായിട്ട് നമ്മൾ കുറച്ച് നെയ്യ് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് റൈസ് ഇട്ട് കൊടുക്കണം. ചോറിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഫ്രൈ ചെയ്തിട്ടുള്ള ഓനിയൻ ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിന ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ പാലും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അത് നമുക്കൊരു കളറിന് വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ മസാല ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചോറും കൂടി ഒന്ന് ഇട്ട് റെഡിയാക്കണം. ഇതിലേക്ക് നമ്മൾ കളറിന് വേണ്ടിയിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പ്, പുതിന, നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ഒനിയൻ, ചണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ മാവ് കൊണ്ട് തന്നെ അതൊന്ന് കവർ ചെയ്തെടുക്കണം. നന്നായിട്ട് കവർ ചെയ്യണം, പൊട്ടിപ്പോകാനൊന്നും പാടില്ല. അതിനാണ് ഞാൻ പറഞ്ഞ ഒരു തിക്കായിട്ടുള്ള മാവാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ നന്നായി കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഫോയിലിംഗ് പേപ്പറും കൂടി വെച്ചിട്ട് ഇത് അടച്ച് വെക്കാം. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 25 മിനിറ്റ് ഇത് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഏത് പാത്രത്തിലോട്ടാണ് ഇടുന്നത് ആ പാത്രത്തിലൊന്ന് നെയ്യ് പുരട്ടി കൊടുക്കാം.
ഇനി നമ്മളിത് ഏത് പാത്രത്തിലോട്ടാണ് ഇടുന്നത് ആ പാത്രം മുകളിൽ വെച്ചിട്ട് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ബിരിയാണിയുടെ അതേ ടേസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.